ഇത് എന്തുതരം ക്രൂരതയാണ്. അവർ ഇതൊരിക്കലും ക്ഷമിക്കില്ല. റൊണാൾഡോ അത്ലറ്റിക്കോ മാഡ്രിഡ് ആരാധകരുടെ ഹൃദയം തകർത്തുകൊണ്ട് അവരെ നാണം കെടുത്തിയ 4 സന്ദർഭങ്ങൾ ഇതാ. 4-ാം സ്ഥാനത്ത് 2014 ചാമ്പ്യൻസ് ലീഗിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് ആദ്യമായിട്ട് ഫൈനലിൽ കയറുകയും വിജയത്തിന് തൊട്ടരികെ വരെ എത്തുകയും ചെയ്തു. എന്നാൽ മത്സരത്തിന്റെ 116-ാം മിനിറ്റിൽ റൊണാൾഡോ ഒരു പെനാൽറ്റി വിൻ ചെയ്യുകയും അത് സ്കോർ ചെയ്യുകയും ചെയ്തു. ഇതൊരു തുടക്കമായിരുന്നു. നമ്പർ 3, 2016-ൽ വീണ്ടും അത്ലറ്റിക്കോ മാഡ്രിഡ് UCL ഫൈനലിൽ കയറി. മത്സരത്തിൽ പുറകിൽ നിന്നവർ തിരിച്ചു വരികയും മത്സരം ഷൂട്ടൌട്ടിലേക്ക് എത്തിക്കുകയും ചെയ്തു. എന്നാൽ ഷൂട്ടൌട്ടിൽ റൊണാൾഡോ വിന്നിംഗ് പെനാൽറ്റി ഗോളാക്കിക്കൊണ്ട് അത്ലറ്റിക്കോ മാഡ്രിഡ് ആരാധകരുടെ ഹൃദയം 2-ാം തവണയും തകർത്തു. നമ്പർ 2, 2017 സെമി ഫൈനലിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് വീണ്ടും റയൽ മാഡ്രിഡുമായിട്ട് ഏറ്റുമുട്ടി. ഇപ്രാവശ്യം 1-2 ആയിരുന്നില്ല, ഹാട്രിക് ഗോളുകൾ നേടിയാണ് റൊണാൾഡോ അത്ലറ്റിക്കോ മാഡ്രിഡിനെ പുറത്താക്കിയത്. 1-ാം സ്ഥാനത്ത് ആദ്യ ലെഗിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് 2-0 വിജയിച്ചു നിന്നതിന് ശേഷം സെക്കൻഡ് ലെഗിൽ റൊണാൾഡോ വാക്ക് കൊടുത്തിരുന്നു വീണ്ടും നിങ്ങളെ പുറത്താക്കുമെന്ന്. തുടർന്ന് റൊണാൾഡോ തന്റെ വാക്ക് പാലിച്ചപ്പോൾ അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരായുള്ള തന്റെ 4-ാമത്തെ ഹാട്രിക് സ്വന്തമാക്കിയാണ് റൊണാൾഡോ അത്ലറ്റിക്കോയെ പുറത്താക്കിയത്. റൊണാൾഡോയെ പോലെ മറ്റൊരു താരത്തെ അത്ലറ്റിക്കോ മാഡ്രിഡ് നേരിട്ടിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്ക് ഗായ്സ്.